9th ബയോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഫോട്ടോ സിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഇത് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ പഠിച്ചാലോ? ഓക്കെ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ്. അപ്പൊ ലൈറ്റിന്റെ സഹായത്തോടെ എന്തോ സിന്തസിസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് വിളിക്കുന്നു? ഫോട്ടോ സിന്തസിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? പ്ലാന്റിലെ റൂട്ടുകൾ കാണാം. ആ റൂട്ടുകൾ എന്ത് അബ്സോർബ് ചെയ്യും? വാട്ടർ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ലീഫുകൾ എന്ത് അബ്സോർബ് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയുണ്ട്? വാട്ടറും ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ഉണ്ട്. ഇത് രണ്ടും ലൈറ്റിന്റെ പ്രസൻസിൽ അഥവാ സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറോഫിലിന്റെ സഹായത്തോടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. അതേപോലെ ഓക്സിജനും റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഹേൽ ചെയ്യുന്നത്. ലൈറ്റിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? ഫോട്ടോ സിന്തസിസ് എന്ന് വിളിക്കുന്നു. സിമ്പിൾ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിന്റെ ലീഫ് എടുക്കുന്നു. ആ ലീഫിന് ഞാൻ ഇങ്ങനെ സൂം ചെയ്യാം. ഓക്കെ, ആ സൂം ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രക്ചർ കിട്ടും. അപ്പൊ നമുക്കറിയാം ലീഫിന് എന്തുണ്ട്? ഒരു മുകൾ ഭാഗമുണ്ട്, അതേപോലെ ഒരു താഴെ ഭാഗമുണ്ട്. റൈറ്റ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന ആ സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? എപ്പി ഡെർമൽ സെൽസ് എന്ന് വിളിക്കാം. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഡെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്കിൻ. ഡെർമറ്റോളജി, സ്കിൻ. അപ്പം സ്കിന്നിന്റെ മുകളിലാണെങ്കിൽ അതിനെന്ത് വിളിക്കും? എപ്പി ഡെർമൽ എന്ന് വിളിക്കും. താഴെ ആണെങ്കിൽ എന്ത് വിളിക്കും? ഹൈപ്പോ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഹൈപ്പോ തലാമസ് അഥവാ തലാമസിന്റെ താഴെ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ലീഫിന്റെ മുകൾ ഭാഗത്തും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ സൈഡിലും എന്തുണ്ടാവും? എപ്പി ഡെർമൽ സെൽസ് ഉണ്ടാവും. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ എപ്പി ഡെർമൽ സെൽസിന്റെ ഇടയിൽ ചില ഗ്യാപ്പുകൾ കണ്ടോ? ഓപ്പണിംഗ് കണ്ടോ? ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സ്റ്റൊമാറ്റ എന്ന് വിളിക്കാം. ഈ സ്റ്റൊമാറ്റിന്റെ ഉള്ളിലൂടെയാണ് കാർബൺ ഡയോക്സൈഡ് ലീഫിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതേപോലെ ഇതിൽ ഒരുപാട് തരത്തിലുള്ള സെല്ലുകളുണ്ട്. ആ സെല്ലുകളാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസോഫിൽ സെൽസ്. ഓക്കെ, ആ മീസോഫിൽ സെൽസിനെ ഞാൻ ഒന്നും കൂടെ സൂം ചെയ്താൽ നമുക്ക് ഗ്രീൻ കളറിലുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാം. ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കാം. ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുക? ഫോട്ടോസിന്തസിസ് നടക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ക്ലോറോപ്ലാസ്റ്റിനെ എടുത്തു, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിൽ എന്തുണ്ട്? 2 മെംബ്രെയിനുകൾ ഉണ്ട്. ഒന്ന് പുറത്തും ഉണ്ടാവും, ഒന്ന് ഉള്ളിലും ഉണ്ടാവും. പുറത്തുണ്ടാവുന്ന മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ മെംബ്രെയിൻ അല്ലെങ്കിൽ ബാഹ്യസ്തരം. ഉള്ളിൽ കാണുന്ന മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ മെംബ്രെയിൻ അല്ലെങ്കിൽ ആന്തരസ്തരം. ഓക്കെ, അപ്പൊ അതേപോലെ ഇതിൽ ഒരുപാട് കോയിനെ പോലത്തെ സ്ട്രക്ചേഴ്സ് കാണാം, ചെറിയ കോയിൻസിനെ പോലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? തൈലക്കോയിഡ്സ് എന്ന് വിളിക്കാം. ഇവരെന്താണ്? മെംബ്രെയിൻ സാക്കുകളാണ്. ഈ കോയിനെ പോലത്തെ സ്ട്രക്ചേഴ്സ്, ഈ തൈലക്കോയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അട്ടിക്കട്ടിക്ക് വെക്കുന്നു. അങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് ഗ്രാന. ഓക്കെ, ഈ ഗ്രാനയിലാണ് എന്ത് കാണപ്പെടുക? ക്ലോറോഫിൽ കാണപ്പെടുക. അങ്ങനെ ഒരുപാട് ഗ്രാനുകളുണ്ട്. ഇതൊരു ഗ്രാന, ഇതൊരു ഗ്രാന, ഇതൊരു ഗ്രാന, ഇങ്ങനെ ഒരുപാട് ഗ്രാനുകളുണ്ട്. ഈ ഗ്രാനുകൾ തമ്മിൽ അടുപ്പിക്കുന്നത് ആരാണ്? സ്ട്രോമ ലാമെല്ല. സ്ട്രോമ ലാമെല്ലയാണ് ഗ്രാനുകളെ എന്താക്കുന്നത്? കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ ഇവരുടെ പുറത്ത് ഒരു ഭാഗമുണ്ട്. ആ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സ്ട്രോമ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ചെയ്യുക 2 ഫേസിലാണ്, ലൈറ്റ് ഫേസും അതുപോലെ തന്നെ ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസിൽ നമുക്ക് എന്ത് വേണം? ലൈറ്റ് വേണം. ഡാർക്ക് ഫേസിൽ എന്ത് വേണ്ട? ലൈറ്റ് വേണ്ട. സിമ്പിൾ. അപ്പൊ നോക്കാം, ഇതെന്താണ്? ഇതൊരു ക്ലോറോപ്ലാസ്റ്റാ. ഈ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാനയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രാനയിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഓക്കെ, വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനും ഓക്സിജനും. ഓക്കെ, എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും. ഇവർ 2 പേരും നല്ല ഒരുമിച്ച് നിൽക്കുക, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് 2 പേരും ഒരുമിച്ച് നിൽക്കുക. പക്ഷെ ആർക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ സൺലൈറ്റിന് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ സൺലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇവർ 2 പേരും അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ ഓക്സിജൻ എവിടേക്ക് വരും? പുറത്തേക്ക് വരും, എക്സ്പെൽ ആവും. എന്നാൽ നമ്മുടെ ഹൈഡ്രജൻ എന്താവും? ഭയങ്കര സെഡ് ആവും. സെഡ് ഹൈഡ്രജൻ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. എവിടേക്ക് യാത്ര ചെയ്യും? സ്ട്രോമയിലേക്ക് യാത്ര ചെയ്യും. ഓക്കെ അല്ലേ? സ്ട്രോമയിലേക്ക് യാത്ര ചെയ്യും. അപ്പൊ സ്ട്രോമയിൽ ആരെത്തി? ഹൈഡ്രജൻ എത്തി. അപ്പൊ അവിടെ ആരുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡ് എന്താണോ? കണക്ട് ചെയ്യണം, റൊമാൻറ്റിക് ആവണം. ഓക്കെ, പക്ഷേ ഇവർക്ക് ആരെ വേണം? എനർജി വേണം, ATP വേണം. അപ്പൊ എന്ത് സംഭവിക്കും അറിയോ? നമ്മുടെ സൺലൈറ്റിന് എന്ത് വരുന്നു? ഭയങ്കര റിഗ്രറ്റ് വരും. റിഗ്രറ്റഡ് ആയിട്ടുള്ള സൺലൈറ്റ് എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഈ ഒരു ATP എവിടേക്ക് പോകും? സ്ട്രോമയിലേക്ക് പോകും. അപ്പൊ സ്ട്രോമയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഇവർ 2 പേരും നമ്മുടെ ATPയുടെ സഹായത്തോടെ വീണ്ടും ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇവർ 2 പേരും ഒരുമിച്ചാൽ എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. അതാണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ നമുക്ക് എന്താ ഡിഫറൻസ് നോക്കിയാലോ? ലൈറ്റ് ഫേസ് എവിടെ വെച്ച് നടക്കുക? ഗ്രാനയിൽ വെച്ച് നടക്കുക. ഡാർക്ക് ഫേസോ സ്ട്രോമയിൽ വെച്ചും. ഇവിടെ ലൈറ്റ് വേണം, ഇവിടെ ലൈറ്റ് ആവശ്യമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ആവുന്നു, ഹൈഡ്രജൻ ആയിട്ട് മാറുന്നു, ഓക്സിജൻ ആയിട്ട് മാറുന്നു. ഈ ഓക്സിജൻ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു. അതാണ് നമ്മളൊക്കെ ഇൻഹേൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ എവിടേക്ക് പോകുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. അതേപോലെ ATPയും ഫോം ചെയ്യുന്നു. ഇത്ര കാര്യങ്ങളാണ് ലൈറ്റ് ഫേസിൽ നടക്കുക. ഇവിടെ എന്താണ്? ഹൈഡ്രജൻ എനർജി
അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഫേസിൽ ഫോം ചെയ്ത ഹൈഡ്രജനും ATPയും ആർക്ക് വേണം? ഡാർക്ക് ഫേസിന് വേണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ATPയുടെ സഹായത്തോടെ ഈ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. അതാണ് ഫോട്ടോസിന്തസിസ്. അത്രക്കും എളുപ്പം, അത്രയേ ഉള്ളൂ.